തെക്കൻ മേഖലാ ജാഥയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കൊല്ലം ജില്ലയിൽ ജാഥ പര്യടനം തുടരുന്നു. ഇന്ന് ജാഥയുടെ പര്യടന വഴികൾ ഏതൊക്കെ മണ്ഡലങ്ങളിലൂടെയാണ്? അതായത് അല്പസമയത്തിനകം ജനസദസ് നടക്കും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണും. ഇതുവരെയുള്ള ജാഥാ വിവരങ്ങളും ജാഥയിലെ അനുഭവങ്ങളും മറ്റും വിവരിക്കും. ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇതില് ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ബിനോയ് വിശ്വം ഉയർത്തിയത്. ഒഴിഞ്ഞ കസേരകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. ഇത് എത്ര മണിക്കാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം കൊട്ടാരക്കരയിൽ മാധ്യമങ്ങൾക്കെതിരെ, കൊട്ടാരക്കരയിൽ മാത്രമല്ല കുന്നത്തൂരിലും, ഏറ്റവും അവസാനം ഇന്നലെ ജാഥ സമാപിച്ച കുന്നത്തൂരിലും ഇതേ വിമർശനം തന്നെ ഉയർത്തി. BJPയുടെയും UDFന്റെയും നാവായി ഇപ്പോൾ മാറിയിരിക്കുന്നു മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തനമല്ല ഇപ്പോൾ നടക്കുന്നത്, മുതലാളിമാരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നവരായി മാധ്യമപ്രവർത്തകർ മാറി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനാണ് സാധ്യത. അതിനുശേഷം ഇന്ന് കരുനാഗപ്പള്ളിയിലാണ് രാവിലെ ജാഥയ്ക്ക് സ്വീകരണം ലഭിക്കുക. തുടർന്ന് ചവറ, കുണ്ടറ, പിന്നീട് കൊല്ലം കണ്ടോൺമെന്റ് ചരിത്രം തുടങ്ങുന്ന കണ്ടോൺമെന്റ് മൈതാനിയിൽ കൊല്ലം, തിരുവിപുരം നിയോജക മണ്ഡലങ്ങൾ, ഈ രണ്ടിനെയും ചേർത്ത് 2 മണ്ഡലങ്ങൾക്കായി ഒരു സ്ഥലത്താണ് ഇന്ന് ജാഥ. ഇന്ന് കൊല്ലത്ത് ഇത് ജാഥ സമാപിക്കും. നാളെ രാവിലെ വീണ്ടും കൊല്ലത്ത് തന്നെ രാവിലെ ജനസദസ്സും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ കാണുന്നതും തുടരുകയും ചെയ്യും.